അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖബറിനെ പേടിയില്ലാത്ത ആരാണുള്ളത്? ഖബർ ശിക്ഷയെ ഭയമില്ലാത്ത ആരാണുള്ളത്? എല്ലാവർക്കും ഖബറിനെ പേടിയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായാലും സ്വഹാബത്തായാലും എല്ലാവരും ഖബറിനെ ഓർത്ത് കരഞ്ഞവരാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ എന്ന് കേട്ടാൽ തന്നെ പൊട്ടി കരയുമായിരുന്നു. ബഹുമാനപ്പെട്ടവര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിലാണ് എന്ന് ജീവിതത്തിൽ തന്നെ അറിഞ്ഞവരാണ്. എന്നിട്ട് പോലും ഖബർ എന്ന് പറയുന്നത് കേൾക്കുമ്പം തന്നെ പൊട്ടി കരയുമായിരുന്നു. ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ നരകത്തിന്റെ അസാബിനെ കുറിച്ചും ശിക്ഷയെക്കുറിച്ചും പറയുമ്പോൾ കരയാതെ ഖബർ എന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അതൊക്കെ മഹ്ശറയിലുള്ളതാണ്. ആ മഹ്ശറയുടെ ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത്. ആ ഖബറിൽ രക്ഷപ്പെട്ടാൽ മഹ്ശറ മുഴുവനും രക്ഷപ്പെടും. ആ ഖബറിലെങ്ങാനും കുടുങ്ങിപ്പോയാൽ ഒരു മനുഷ്യനിക്കും ആഖിറത്തിൽ രക്ഷയില്ല. അതുകൊണ്ടാണ് ഖബർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഇത്രത്തോളം പേടി എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പക്ഷെ നമുക്ക് ഖബർ എന്ന് പറയുമ്പോൾ പേടിയില്ല. കാരണം എന്താ? നമുക്കതിനുള്ള ഈമാനില്ല എന്നർത്ഥം. ഈമാനുള്ള ആളുകൾ ഖബർ എന്ന് കേൾക്കുമ്പോൾ കരയും, അള്ളാഹുവിൻ്റെ അദാബിനെ ഓർത്ത് കരയും. നമുക്കറിയാലോ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹായുടെ മയ്യത്ത് ഖബറിൻ്റെ അടുത്ത് കൊണ്ടെന്ന് വെച്ചപ്പോ ആരാ ഫാത്തിമ റളിയല്ലാഹു അൻഹ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രി. നാളെ സ്വർഗത്തില് എല്ലാ സ്ത്രീകളുടെയും നേതാവായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹായുടെ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുത്തെ ഭർത്താവാകുന്ന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സൈഫുല്ലാഹ്, അള്ളാഹുവിന്റെ വാള് എന്ന നാമകരണത്താൽ അറിയപ്പെടുന്ന അലി റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയാണ്, ഖബറേ, ഈ മയ്യത്ത് ആരെ മയ്യത്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രിയാകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മയ്യത്താണ്. അതുകൊണ്ട് എല്ലാ ആളുകളോടും കാണിക്കുന്നത് പോലെയുള്ള തോന്നിവാസം നീ ഈ മയ്യത്തിനോട് കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഖബറിന്റെ ഭാഗത്തു നിന്നും ഒരശരീരി, ഓ അലിയെ, ഇവിടെ തറവാട് മഹിമ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ തറവാടിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന ആളുടെ മകളാണ്, മകനാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല അലിയെ. ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ എന്റെ അടുത്ത് എന്തൊക്കെ കാര്യം ചെയ്താൽ രക്ഷപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ആ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അത്രത്തോളം ആ ഖബർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനെയും ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, ഖബറിൽ മറമാടിക്കഴിഞ്ഞാൽ ആ ഖബർ മയ്യത്തിനെ ഒന്ന് ആലിംഗനം ചെയ്യുമെന്നാണ്. ആ ഖബർ മയ്യത്തിനെ പിടിച്ചൊന്ന് ഇടുക്കുമെന്നാണ്. ആ ഇടുക്കുന്ന സമയത്ത് ആ മയ്യത്തിന്റെ രണ്ട് വാരിയല്ലുകൾ ഇങ്ങനെ പരസ്പരം കോർത്തു പോകുമെന്നാണ്. അല്ലാഹു തആല ഖബറിന്റെ അദാബിനെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആ ഖബറിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ തോന്നിവാസം പോലെ ജീവിച്ചാൽ മതിയാവുകയില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ജീവിതം നമ്മൾ നയിക്കേണ്ടതുണ്ട്. ആ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, ആ ഖബറിൽ നമുക്ക് അദാബില്ലാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു ഒരു 4 കാര്യങ്ങൾ ചെയ്യുവാനും ഒരു 4 കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും പറയുന്നുണ്ട്. ആരാ ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു? വലിയ മഹാനാണ്, തഫ്സീറുകളൊക്കെ എഴുതിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്ന 4 കാര്യങ്ങൾ നിലനിർത്തുവാനും 4 കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും പറയുന്ന ആ കാര്യങ്ങൾ, അത് എന്നോടാണ് ഞാൻ ഉപദേശിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടാൽ മാത്രം മതി. നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ എന്നോടാണ് ഉപദേശിക്കുന്നത്. നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നത്, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിൽ സൂക്ഷ്മത പാലിക്കുക. നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, നിസ്കാരം കൃത്യമായി ചെയ്യുന്നതിൽ സൂക്ഷ്മത പാലിക്കുക. അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെയും അതുപോലെ തന്നെയാണ് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറയുന്ന അല്ലാഹു തആല
നിസ്കാരത്തിന്റെ സ്ഥലത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്നല്ല പറയുന്നത്. അല്ലാഹു തആല പറയുന്നത് അഖീമുസ്വല, നിങ്ങൾ നിസ്കാരത്തിന് നിലനിർത്തണം എന്നാ പറയുന്നത്. നിസ്കാരം നിലനിർത്തണം എന്നും നിസ്കരിക്കണം എന്നും പറയുന്നത് രണ്ടും രണ്ടാണ്. നിസ്കരിക്കണം എന്ന് പറയുന്നത് അത് എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ നിസ്കാരം നിലനിർത്തണം എന്ന് പറയുന്നത് ആ ഓരോ വഖത്തിലും ആ നിസ്കാരം നിലനിർത്തി കൊണ്ടുപോകണം. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ, ഓരോ വഖത്തിലും ആ നിസ്കാരം നിലനിർത്തുക തന്നെ വേണമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അതേ വിഷയമാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ പറഞ്ഞത്, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിൽ സൂക്ഷിക്കണമെന്ന്. ഇത് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പലതും കാരണങ്ങൾ പറയാനുണ്ടാകും. ജോലി ചെയ്യുന്നവര്, അതുപോലെ തന്നെ വീട്ടിലെ ഉമ്മമാരും പെങ്ങന്മാരുമാണെങ്കിൽ അധികം ആളുകളും നിസ്കരിക്കുന്നത് ളുഹർ ഖളാ ആവാനാകുമ്പോൾ പോയിട്ട് ളുഹറും അസറും ഒരേ ഉളൂല് നിസ്കരിച്ച് തട്ടിക്കൂട്ടി പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് കഴിയുന്നതും ഒഴിവാക്കണം. കാരണം അല്ലാഹു തആല അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുവാൻ, അല്ലാഹുവിനോട് അഭിമുഖമായി സംഭാഷണം നടത്താനാണ്. നമ്മൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു തആല നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിസ്കാരം എന്ന് പറയുന്നത് അല്ലാഹുവിനോട് മുനാജാത്താണ്, സംഭാഷണമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും അടിയിലുള്ള വൈലെന്ന നരകമെന്ന് ഖുർആൻ അല്ലാഹു തആല പറയുന്നത്. കാരണം എന്താ? മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനുള്ള ആ ഒരു കർമ്മം തീർക്കുക എന്നുള്ള നിലക്ക് നിസ്കരിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഒരാളോട് നിന്നിട്ട് അഭിമുഖമായി സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നോക്കിയിട്ട് ഈ ആളോട് സംസാരിച്ചാൽ ഈ മുമ്പിലുള്ള ആളുകൾക്ക് നമ്മളോട് ദേഷ്യം വരൂലേ? അതുപോലെയാണ് നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കാൻ എന്നുള്ള നിലക്ക് മുനാജാത്ത് നടത്താൻ വേണ്ടി നിന്നിട്ട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളുമായിട്ട് അള്ളാഹുവിന് വേണ്ടി ഒരു കർമ്മം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടൂല, അതിന് അല്ലാഹു തആല കൂലി തരൂല. അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെ നിസ്കരിക്കുന്ന ആളുകള് ഏറ്റവും വലിയ നരകത്തിലായിരിക്കുമെന്ന് ഖുർആനിലൂടെയാണ് അല്ലാഹു തആല പറഞ്ഞത്, വൈലുല്ലിൽ മുസല്ലീൻ. അപ്പൊ നമ്മുടെ നിസ്കാരം അത് അള്ളാഹുവിനോടുള്ള ആ ഒരു മുനാജാത്ത്, അള്ളാഹുവിനെ നമ്മൾ മുമ്പിൽ കാണുന്നത് പോലെയായിരിക്കണം. ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടില് വലിയ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പദവിയിലിരിക്കുന്ന ഒരാള് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി നമുക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 10 മണിക്ക് നിങ്ങൾക്ക് വന്നാൽ എന്നെ കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ 9 മണിക്ക് പോയിട്ട് അവിടെ കാത്തു നിൽക്കൂലേ? കാരണം എന്താ? അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി. അതുപോലെ അല്ലാഹു തആല നിങ്ങൾ എന്നോട് മുനാജാത്ത് നടത്തേണ്ട സമയം 12:30 എന്ന് പറഞ്ഞാൽ ളുഹർ നിസ്കാരത്തിന്റെ സമയമായിട്ട് ആ സമയം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് സമയമില്ല. അത് പിന്നെ ആവട്ടെ. കാരണം എന്താ? നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കുറഞ്ഞതാണ്, നമുക്ക് അള്ളാഹുവിനോടുള്ള ആ ഹുബ്ബ് മഹബത്ത് കുറഞ്ഞതാണ്. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ പോയിട്ട് നിസ്കരിക്കൂലേ? ഇത് പറയുമ്പോ ഉമ്മമാർക്ക് പെങ്ങന്മാർക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാകും. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാ പോരെ തങ്ങളെ, ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പണിയില്ലേ, വീട്ടു ജോലികളില്ലേ, ഭർത്താവിനെയും മക്കളെയും നോക്കണ്ടേ? ഇതൊക്കെ പറയാനുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ്. അത് രണ്ടും രണ്ടായിട്ട് നിങ്ങൾ കാണണം. അവിടെ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയത്ത് തന്നെയാണ് ആ ഭർത്താവ് വരുന്ന സമയവുമൊക്കെ ആണെങ്കിൽ അള്ളാഹുവിനോട്, പടച്ചോനെ എൻ്റെ ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയമാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചോളാം, ഖളാ ആവൂലല്ലോ. പടച്ചോനോട് ഇങ്ങനെ വേവലാതി പറഞ്ഞിട്ട് ഭർത്താവിന് ആദ്യം ഭക്ഷണം കൊടുക്കണം, അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ നിസ്കാരം ഖളാ ആവുന്ന സമയത്തല്ല. പക്ഷെ ഭർത്താവ് വരുന്നത് അങ്ങ് 2-3 മണിയൊക്കെ ആവുകയാണെങ്കിൽ ഇവിടെ ആദ്യം നിസ്കരിച്ചിട്ട് വേണം ബാക്കി പണികളിലേക്ക് കടക്കാൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ നിസ്കാരത്തിന് വില കൊടുത്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി രണ്ടാമതായി ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം സ്വതക്ക കൊടുക്കലാണ്. എങ്ങനെയുള്ള സ്വതക്കയാണ്? സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്ക. ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താ? വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാൻ പാടില്ല. പക്ഷേ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോയും വീഡിയോയും പ്രചരിക്കാൻ വേണ്ടി ഒരു ക്യാമറയും പിടിച്ചിട്ട് അല്ലെങ്കിൽ മൊബൈലും പിടിച്ചിട്ട് 4 ആളുകൾ വരുന്നുണ്ടെങ്കിൽ എന്തും കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ ഇതേ ആളുകൾ, ആരെങ്കിലും പാവപ്പെട്ട ആളുകൾ
അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളായിരിക്കും. വളരെ പാവപ്പെട്ട, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ രോഗത്തിന് മരുന്നെടുക്കാൻ ബുദ്ധിമുട്ടുന്ന വളരെ പാവപ്പെട്ട ആളുകൾ വന്നിട്ട് വല്ലതും തരുമോ എന്ന് ചോദിച്ചാൽ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ പേരിനെന്തെങ്കിലും കൊടുത്തിട്ട് ഇപ്പൊ ഒന്നുമില്ല എന്നും പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു പ്രവണത, ഇങ്ങനെയുള്ള സ്വതക്ക റബ്ബിന് വേണ്ട. ഇതൊന്നും ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സ്വതക്കയല്ല. അതൊക്കെ ആ കൊടുത്തത് നിനക്ക് നഷ്ടമെന്നല്ലാതെ വേറൊന്നും അതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. അങ്ങനെയുള്ള സ്വതക്ക ആവരുടെ നമ്മുടെ സ്വതക്ക. നമ്മളെപ്പോഴും ഒരാളും അറിയാതെയായിരിക്കണം സഹായിക്കുന്നുണ്ടാവുക. അല്ലാഹു തആല ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മൂന്നാമതായി പറഞ്ഞത് ഖുർആൻ ഓതുക എന്നാണ്. ഖുർആനോത്ത് അധികരിപ്പിക്കുക. ഖുർആനോത്ത് അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓതുന്നത് വളരെ കുറച്ചാണെങ്കിലും ആ തജ്വീദൊക്കെ ഒപ്പിച്ചുകൊണ്ട് വളരെ സുന്ദരമായിട്ട് ആ ഖുർആനിൽ അങ്ങനെ ലയിച്ച് ഓതുക. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഖത്തം തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഓതി എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓതി പോകല്ല. അതിനൊരു ശ്രദ്ധ ഉണ്ടാവില്ല, ഒരു മദ്ദും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഓതുന്നത് ഒരു ജുസിന് പകരം ഒരു പേജാണെങ്കിലും അത് വളരെ കൃത്യമായിട്ട് വളരെ ആസ്വദിച്ചു കൊണ്ട് ഓതുക. അതാണ് വേണ്ടത്. നമ്മൾ ഖുർആനിൽ ഇങ്ങനെ ലയിച്ചു പോകണം. നമ്മൾ പല പാട്ടുകളും കേട്ടിട്ട് പാട്ടിൽ ഇങ്ങനെ ലയിക്കാറില്ലേ? അതുപോലെ മ്യൂസിക്കുള്ള പാട്ടിലൊന്നും ആരും ലയിക്കാൻ പോകണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ മദ്ഹുകൾ പാടുന്ന ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, മ്യൂസിക് ഒന്നും ഇല്ലാതെ, അതിലൊക്കെ ഇങ്ങനെ ലയിച്ചോളൂ, പ്രശ്നമില്ല. സാന്ദർഭികമായി ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഈ ഖുർആനിൽ ഇങ്ങനെ ലയിച്ചു പോകണം നമ്മൾ. അങ്ങനെ ഖുർആൻ ഓതണം. ആ ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി നാലാമതായി പറഞ്ഞത് തസ്ബീഹ് അധികരിപ്പിക്കണമെന്നാണ്. തസ്ബീഹ് അധികരിപ്പിക്കണം. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ വളരെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മളിങ്ങനെ എണ്ണം തേയ്ക്കാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ തസ്ബീഹ് ചൊല്ലേണ്ടത് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മളതിൻ്റെ അക്ഷരങ്ങൾ സൂക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ അവസാനത്തിൽ ആ സൂക്ഷിക്കണമെന്ന് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആയിരങ്ങളും പതിനായിരങ്ങളും ചെല്ലുന്ന സമയത്ത് നമ്മളൊരു 100 ചെല്ലിയാൽ മതി. അക്ഷരത്തെറ്റോടുകൂടി നമ്മൾ ഒരുപാട് ചെല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അക്ഷരം കൃത്യമായിട്ട് എത്രത്തോളം ചെല്ലുന്നോ അത്രത്തോളം നമുക്ക് പ്രതിഫലമുണ്ട്. അപ്പോ ഈ 4 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു നമ്മോട് നിത്യമായി സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇനി ഒരു 4 കാര്യം കൂടി ബഹുമാനപ്പെട്ടവർ ഉപേക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതാണ് ആ 4 കാര്യം? അതിൽ നിന്ന് ഒന്നാമത്തത് കളവ് പറയൽ. കളവ് പറയൽ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മളിവിടെ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമ്മൾ പക്കയാണ്. പക്ഷേ കളവ് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെയായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, നബിയെ, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാം, പക്ഷേ എനിക്ക് 4 സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ നിന്ന് ഒരു സ്വഭാവം ഞാൻ ഒഴിവാക്കാം, എങ്കിൽ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിന്റെ സ്വഭാവം ഏതൊക്കെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കളവ് പറയും, കളവ് നടത്തും, വ്യഭിചാരം ചെയ്യും, കള്ളു കുടിക്കും. ഈ 4 കാര്യങ്ങളും എന്നിലുണ്ട്. അപ്പോ സ്വഹാബത്തൊക്കെ വിചാരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വ്യഭിചാരം ഒഴിവാക്കാൻ പറയുമായിരിക്കും, അല്ലെങ്കിൽ കള്ളുകൂടി ഒഴിവാക്കാൻ പറയുമായിരിക്കും. ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ കളവ് പറയരുത്. എന്താണ്? കളവ് പറയരുത്. അപ്പൊ അദ്ദേഹത്തിനിക്ക് സന്തോഷമായി. ഓക്കെ, അദ്ദേഹം കളവ് പറയില്ല എന്ന് സമ്മതിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ഓരോ മത നിയമങ്ങളും പഠിക്കുന്നതിനനുസരിച്ച് കളവ് പറഞ്ഞാൽ ഇന്ന ശിക്ഷയാണ്. അദ്ദേഹം കളവ് പറയൂല എന്നുറപ്പിച്ചതാണല്ലോ. കള്ളു കുടിച്ചാൽ ഇന്ന ശിക്ഷയാണ്, വ്യഭിചരിച്ചാൽ ഇന്ന ശിക്ഷയാണ്, കളവ് നടത്തിയാൽ ഇന്ന ശിക്ഷയാണ്,
ഇതൊക്കെ പഠിച്ചു വരുമ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ കളവ് നടത്താൻ പോയാൽ നാളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ഹദ്റത്തിലെത്തും എന്നോട് ചോദിക്കും, നീ കളവ് നടത്തിയിട്ടുണ്ടോ എന്ന്. അപ്പോ കളവ് നടത്തിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കാരണം ഞാൻ കളവ് പറയൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കളവ് നടത്തി എന്ന് പറയും, അപ്പൊ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കക്കാൻ പോകാൻ കഴിയില്ല. വ്യഭിചരിക്കാൻ വേണ്ടി പോകാൻ അദ്ദേഹം വിചാരിക്കുമ്പോ അദ്ദേഹം വീണ്ടും ഓർക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ വ്യഭിചരിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അപ്പൊ വ്യഭിചരിച്ചു എന്ന് പറയേണ്ടി വരും, അപ്പൊ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടും. അതുപോലെ തന്നെ കള്ളു കുടിക്കാൻ പോകാൻ കഴിയുമ്പോ അദ്ദേഹം വിചാരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളവ് പറയാൻ കഴിയില്ല, കള്ളു കുടിച്ചതിന്റെ ശിക്ഷ എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെ അദ്ദേഹം ആ 4 സ്വഭാവത്തിൽ നിന്നും വിമുക്തനായിട്ട് നല്ല ഒരു മനുഷ്യനായിട്ട് മാറി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? കളവ് പറയരുത് എന്ന് മാത്രമാണ്. അപ്പൊ ആ കളവ് പറയുന്നതിന് അത്രത്തോളം ശിക്ഷയുണ്ട് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന്. നമ്മൾ കളവ് പറയാൻ പാടില്ല, ഒരിക്കലും കളവ് പറയരുത്. അപ്പോ ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒന്നാമതായിട്ട് കളവ് പറയാൻ പാടില്ല, രണ്ടാമത് വഞ്ചന നടത്താൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. വിശ്വസിച്ചേൽപ്പിച്ചത് വഞ്ചിക്കുക. നമുക്കറിയാലോ, കപട വിശ്വാസിയുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ് വഞ്ചന എന്നുള്ളത്, മുനാഫിക്കിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് വഞ്ചന എന്നുള്ളത്. ഒരാളെയും നമ്മൾ വഞ്ചിക്കാൻ പാടില്ല, ഒരു കാര്യത്തിലും വഞ്ചിക്കാൻ പാടില്ല. ഞാനതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയല്ല. മൂന്നാമത്തത് പറഞ്ഞത് നമീമത്ത് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല. ഇവിടെ കേട്ടത് അവിടെ, അവിടെ കേട്ടത് ഇവിടെ, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എവിടെ നോക്കിയാലും ഉള്ളത് അത് തന്നെയാണ്. ഫിത്ന, ഫസാദ്, ഗീബത്ത്, നമീമത്ത്, ഇതൊക്കെ കൊണ്ട് നിറഞ്ഞ കാലമാണ്. അപ്പോ നമീമത്ത് പറയാൻ പാടില്ല, അതിനെ തൊട്ട് സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. നാലാമതായി പറഞ്ഞത് മൂത്രമൊഴിച്ചിട്ട് നേരാവണ്ണം കഴുകി വൃത്തിയാക്കാതിരിക്കരുത്. എപ്പോഴും മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ കഴുകി വൃത്തിയാക്കണം. ഈ വിഷയം മുമ്പേ നമ്മൾ പഠിച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും 2 ഖബറിന്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, 2 ഈത്തപ്പനയുടെ പച്ച മട്ടിൽ കൊണ്ടുവരാൻ. ആ 2 പച്ച മട്ടിലും 2 ഖബറിന്റെ ഭാഗത്തായിട്ട് കുത്തിവെച്ചു കൊടുത്തു. നമ്മൾ ഇന്ന് കാണുന്നില്ലേ, മയ്യത്ത് മറമാടിയിട്ട് മീസാൻ കല്ലിന്റെ അടുത്ത് പച്ച ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. എന്തിനാണത്? ആ ചെടികൾ ഉണങ്ങാതെ പച്ചയായിരിക്കുന്നിടത്തോളം കാലം ആ ചെടി അല്ലാഹുവിനിക്ക് തസ്ബീഹ് ചെല്ലും. ആ തസ്ബീഹിന്റെ പ്രതിഫലം ഈ ഖബറിലെ ആളുകൾക്ക് കിട്ടും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഓരോന്ന് ചെയ്യുമ്പോഴും അത് മുൻകഴിഞ്ഞ ആളുകൾ, സ്വഹാബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒക്കെ കാണിച്ചു തന്ന പാതയാണ്. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പച്ച മട്ടിൽ കുത്തിവെച്ചപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, എന്തിനാണ് നിങ്ങൾ ഈ ചെയ്തത് ഇങ്ങനെ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ 2 ഖബറിലുള്ള ആളുകളും അല്ലാഹുവിന്റെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഒരാള് നമീമത്ത് പറയുന്ന ആളായിരുന്നു, ഒരാള് മൂത്രമൊഴിച്ചിട്ട് നേരാവണ്ണം കഴുകി വൃത്തിയാക്കാത്ത ആളായിരുന്നു. ഇവിടെ പറഞ്ഞ 2 കാര്യവുമാണത്. ആ 2 കാര്യങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത പ്രതിവിധി എന്താ? അവിടെ പച്ച മട്ടിൽ കുത്തിവെച്ചിട്ട് ആ മട്ടില് തസ്ബീഹ് ചെല്ലുന്നതിന്റെ പ്രതിഫലം കൊണ്ട് ഖബറിലുള്ള ശിക്ഷകൾക്ക് അത് ഇളവുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്ബീഹിന്റെ മഹത്വം കൂടിയാണ്. തസ്ബീഹ് എന്ന് പറയുമ്പോൾ വളരെ മഹത്വമുള്ള കാര്യമാണെന്ന് ഞാൻ പറയാൻ കാരണം ഇത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും, നമ്മളെ കുടുംബങ്ങളെയും, നമ്മളെ സ്നേഹിക്കുന്നവരെയും, നമ്മളെ സഹായിക്കുന്നവരെയും, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഖബറിന്റെ അദാബിനെ തൊട്ട് കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.